കർത്താവ് നമ്മെ സ്നേഹിച്ചു. കർത്താവ് നമ്മെ ചേർത്ത് നിർത്തി. ഒരർഹതയും പറയുവാനില്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഒരു യോഗ്യതയും പറയുവാൻ നമുക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിച്ചു. ഇന്ന് പകൽ എത്ര പേർക്ക് യേശുവിനോട് നന്ദിയുണ്ട്. യേശു കർത്താവ് സ്നേഹിച്ചവരെ ഇന്ന് പകൽ തിരുവെഴുത്തിൽ നാം ഒന്ന് പരിശോധിച്ചാൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ, ചുങ്കക്കാരെ, പാപികളെ ഒക്കെ യേശു സ്നേഹിച്ചു. യേശു അവരോട് കൂടെയിരുന്നു, അവരോട് കൂടെ ഭക്ഷിച്ചു. സമൂഹത്തിൻ്റെ നടുവിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ യേശു സ്നേഹിച്ചു. ഇന്ന് പകൽ നമുക്കും പറയാൻ സാധിക്കും, ഞാനും അവരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മാന്യതകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തിയിരിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമാണ്. ഒരുപക്ഷെ ഗുണവാന് വേണ്ടി മരിക്കുവാൻ തുനിയുമായിരിക്കും. എന്നാൽ പാപിക്ക് വേണ്ടി ആരാണ് മരിച്ചത്? പാപിയെ ആരാണ് അംഗീകരിക്കുന്നത്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ അവന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാതിരുന്ന നമ്മെ അവൻ സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ടായിരുന്നിട്ടും ആ കുറവോടുകൂടെ നമ്മെ ചേർത്ത് നിർത്തി നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നമ്മെ സ്നേഹിച്ചു. ഇന്ന് പകൽ യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാമും അങ്ങനെ തന്നെ കുറവുള്ളവരെ ചേർത്ത് നിർത്തണമെന്നാണ്. യേശു എങ്ങനെയാണോ നമ്മെ സ്നേഹിച്ചത്, അതുപോലെ തന്നെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണം. നിങ്ങൾ ആരോട് കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ ആരുടെ ഒപ്പമാണ് കൂടുതൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നത്? പൊതുവിൽ മനുഷ്യർ ചേർത്ത് നിർത്തുന്നതും കൂടെ നടക്കുന്നതും അല്പം ഗുണമുള്ള, ക്വാളിറ്റിയുള്ള, ക്യാരക്ടറുള്ള പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കും. അതെ, ആ യാത്രയിൽ, ആ നടപ്പിൽ വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ യേശു കൂടുതൽ സമയം ചെലവഴിച്ചത് ദരിദ്രരോടുകൂടെയാണ്, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരോടുകൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, കുറവുള്ളൊരു വ്യക്തിയെ, ജീവിതത്തിൽ തെറ്റിലകപ്പെട്ടു പോകുന്നൊരു വ്യക്തിയെ മാറ്റി നിർത്താതെ അവനെ ചേർത്ത് നിർത്തുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവന് വേണ്ട കൈത്താങ്ങൽ നൽകുകയും ചെയ്യുന്നതാണ് ദൈവസ്നേഹം. യേശു നമ്മെ എങ്ങനെയാണോ സ്നേഹിച്ചത്, അതുപോലെ തന്നെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. കുറവുകളോടുകൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താം, അവരെ സ്നേഹിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.